ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്തായിരിക്കും ചെയ്യുക? അങ്ങനെ ചോദിച്ചാല് മുഖ്യമന്ത്രി ആയാലോ ഞാൻ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും. തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും. ഒന്നും കൂടി പറയുകയാണെങ്കിൽ കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള, അതായത് ഇവിടെ വ്യവസായങ്ങൾ കൊണ്ടുവരും. അതാണ് ബിസിനസ് വളർത്തും. അതെ. ഓക്കെ, അപ്പോൾ ശരി. ഇപ്പം തമിഴ്നാട്ടിൽ വിജയ് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ കുറച്ച് ഞാനിങ്ങനെ ചെയ്യാൻ വിചാരിച്ച കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അതെ, അതായത് സിലിണ്ടർ, അതേമാതിരി ഇവിടെ വിദ്യാർത്ഥികൾക്കുള്ളത്, ആ പരിപാടികൾ. തമിഴ്നാട്ടിലെ വിജയ് എന്ത് പറഞ്ഞു ഏകദേശം ആ കാര്യങ്ങളൊക്കെ അത്ര സാധനങ്ങൾ. കാരണം ഇപ്പം തമിഴ്നാട് വെച്ച് നമ്മളത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കിവിടെ എന്താ പറയുക, കുറേ ചേഞ്ചുകൾ അവിടുന്ന് ഇപ്പം നമ്മുടെ നാട്ടിലില്ലാത്ത എന്തൊക്കെ കാര്യങ്ങളാണോ അതൊക്കെ പുറത്ത് ഓരോ നാട്ടിലുണ്ട്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ആ സൊല്യൂഷൻസൊക്കെ നമുക്ക് അവിടെ നിന്ന് നമുക്കറിയാത്തൊരു സാധനം നമ്മൾ വേറെ ആളത്ത് ചോദിച്ചു പഠിക്കൂലേ, അതേപോലെയുള്ള എല്ലാ സൊല്യൂഷനും ഇവിടെ ഉണ്ട്. ഈ നാടെന്നുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം തോന്നുന്നത് ഇവിടെ തൊഴിലവസരങ്ങളില്ല, ബിസിനസ്സുകൾ ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അല്ലേ? അതുകൊണ്ടായിരിക്കും കൂടുതൽ എന്തില്ല കേരളത്തിന് ഫണ്ട് കിട്ടാത്തത്. സത്യം. തമിഴ്നാട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഇൻഡസ്ട്രിയൽ സംഭവങ്ങളുള്ള സ്ഥലമാണ് തമിഴ്നാട്. കോയമ്പത്തൂരൊക്കെ ഭയങ്കര ഹബ്ബാണ്, ഇൻഡസ്ട്രിയൽ ഹബ്ബാണ്. ആ ഒരു അവസരം കേരളത്തിലില്ല. അപ്പം ആ ഒരു അവസരങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫണ്ട് കണ്ടെത്താനും ചെയ്യാനും പറ്റും. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ജുനൈസ് വ്ളോഗ്സ് ആണ് ID. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് നിങ്ങൾക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ ഓൾറെഡി ഒരു മുഖ്യമന്ത്രി ചർച്ചയൊക്കെ നടക്കുകയാണല്ലോ, അങ്ങനെ നിങ്ങൾക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നടപ്പിലാക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? അങ്ങനെ ചോദിച്ചപ്പോൾ എന്താ കുറേ ഉണ്ട് നമ്മളിവിടെ. ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അത്രയും ഇവിടെ വരണം എന്ന് നമ്മൾ ഈ വണ്ടി മോഡിഫിക്കേഷൻ കാര്യങ്ങൾ അങ്ങനത്തേക്ക് നമ്മൾ കൂടുതൽ നമ്മൾ പ്രചോദിപ്പിക്കും, നമ്മൾ ആൾക്കാർക്ക് പ്രചോദിപ്പിക്കും, നമ്മൾ മോട്ടിവേഷൻ കൊടുത്താൽ അതിനൊക്കെ അംഗീകാരം നൽകും. ഇപ്പോൾ തന്നെ എന്താ MEVD കണ്ട മറ്റേ കാട്ടും ഇത് കാട്ടുക അങ്ങനത്തെ നമ്മൾ ഒഴിവാക്കിയിട്ട്, അതായത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചേട്ടാ നല്ലതല്ലേ? ഓക്കെ, ഒരു ദിവസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? അല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടപ്പാക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? ജനങ്ങൾക്ക് ഇടയിൽ ഇറങ്ങിയിട്ട് അവർക്ക് ആവശ്യപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കും. ഒരു ഉദാഹരണത്തിന് ഒരു ദിവസം നിങ്ങൾക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്തായിരിക്കും ചെയ്യുക? അല്ലെങ്കിൽ ഇവിടെ നടപ്പിലാക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? വണ്ടിയുടെ ടാക്സ് കുറയണം. ഇപ്പം നമുക്ക് ഇപ്പം നമ്മൾ വണ്ടിക്കൊക്കെ ടാക്സ് വണ്ടിൻ്റെ ആൾക്കാരാണോ? വണ്ടി ടാക്സിക്കാരാണോ? വണ്ടിൻ്റെ പണിക്കാരാണ്. പണിക്കാരാണ്. ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബുദ്ധിമുട്ടാണ്. 3 മാസം കൂടുമ്പോൾ ടാക്സ് എടുക്കണം, ക്വാർട്ടർ ടാക്സ് എടുക്കണം. അങ്ങനെ ഉണ്ട്. പിന്നെ എന്തോ ക്ഷേമനിധി, അങ്ങനെ ക്ഷേമനിധി ടാക്സ് അതൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് കൂടി അതോ കുറഞ്ഞതോ? കൂടി വരികയാണല്ലോ. ഓക്കെ, കൂടി വരികയാണ്. ഒക്കെ കൂടി വന്നതാണ്. കൂടി വരികയാണ്. അപ്പോൾ പുതിയൊരു ഒരവസരം നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യുന്ന കാര്യം നിങ്ങളെ തൊഴിലായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ടാക്സ് കുറക്കണം. ടാക്സിക്കാർക്ക് തന്നെ എല്ലായിടത്തും അടി തന്നെയാണ്. ഇപ്പോൾ എയർപോർട്ടിലൊക്കെ പോയാൽ ടാക്സിക്കാരിരുന്ന് 100 റുപ്യ വാങ്ങാതെ അതിനോട് കയറ്റൂല. പ്രൈവറ്റ് വണ്ടികൾ ഇവിടെ കയറുന്നുണ്ട്. ടാക്സി വണ്ടിക്കാർക്ക് ഇപ്പോൾ 100 റുപ്യ കൊടുക്കണം ഇവിടെ കയറണമെങ്കിൽ. പിന്നെ ഇപ്പോൾ വണ്ടി 15 വർഷം 20 വർഷം പഴക്കമുള്ള വണ്ടികൾക്കൊക്കെ ഇപ്പോൾ 4000 8,000 എതിരെ ഞങ്ങൾ അടിച്ചു കഴിഞ്ഞത്. ഇപ്പോൾ പൗതി ഇപ്പം 4,800 ആയിപ്പോൾ. അതിപ്പം ആലോചിച്ചാൽ പഴയ വണ്ടി തന്നെ പുതിയ വണ്ടി ഇപ്പോൾ എടുക്കാൻ ആർക്കും വയ്ക്കൂലല്ലോ സാധാരണക്കാർക്കൊന്നും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? നിങ്ങളെ തൊഴിലെ സംബന്ധിച്ച് ടാക്സ് അത് നിങ്ങൾക്ക് പറ്റ ബുദ്ധിമുട്ടിലാണ്, അത് നടപ്പിലാക്കുക. അതിലൊരു പരിഹാരം കാണാം ആക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കപ്പെടുന്ന ഒരു കാര്യം BJP എടുത്ത് വെക്കുക പോസിബിൾ അല്ല. ബിക്കോസ് നമുക്ക് അവരെ റെസിസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാന്നല്ലാതെ കഴിക്കണമെങ്കിൽ ഇപ്പോൾ